ഫേസ്ബുക്കിലൂടെ വെല്ലുവിളി പോസ്റ്റുകൾ ഇട്ടത് താൻ തന്നെയെന്ന് അർജുൻ ആയങ്കി. തന്റെ ഐഫോണിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തതെന്ന് പോലീസിന് മൊഴി നൽകി. FB അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാൻ മറ്റാരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നും ആയങ്കിയുടെ മൊഴിയുണ്ട്. മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്നും ചേരുന്നത്. മിഥുൻ, ഈ അർജുൻ ആയങ്കിയുടെ പോസ്റ്റുകൾ സഹോദരനാണ് പോസ്റ്റ് ചെയ്തത് എന്നൊക്കെയാണ് ആദ്യം പ്രചരിച്ചിരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ആയങ്കി നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നത് ഇയാൾ തന്നെയാണ് FBയിലൊക്കെ ഈ പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ വെല്ലുവിളിച്ചതെന്നാണോ? തീർച്ചയായും ഗൗതം പറഞ്ഞ പോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ അർജുൻ ആയങ്കിയുടെ സഹോദരനൊക്കെയാണ് ഫേസ്ബുക്ക് കൈകാര്യം ചെയ്തിരുന്നത്. അതിലൂടെ ഇത്തരത്തിൽ ആഭ്യന്തരമന്ത്രി അടക്കം അവഹേളിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടതടക്കം ഈ സഹോദരൻ ആണ് എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കുറ്റമൊക്കെ സ്വയം ഏറ്റെടുക്കുകയാണ് അർജുൻ ആയങ്കി. അർജുൻ ആയങ്കി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് തൻ്റെ ഐഫോണിൽ നിന്ന് തന്നെയാണ് താൻ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇട്ടത്. ആ പോസ്റ്റുകളൊക്കെ ഇട്ട് താൻ തന്നെയാണ് എന്ന് അർജുൻ ആയങ്കി സമ്മതിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇതിനായി പല സ്ഥലങ്ങളിൽ നിന്നുള്ള വൈഫൈ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം പോസ്റ്റുകൾ ഇട്ടത്. അല്ലാണ്ട് ഈ അക്കൗണ്ടുകൾ മറ്റാരും കൈകാര്യം ചെയ്തിട്ടില്ല എന്നും അർജുൻ ആയങ്കി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലെ ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി പറയുന്നത് അർജുൻ ആയങ്കിയുടെ ഫോൺ കണ്ടെത്തിയെന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ ഒരു നിമിഷം ആഭ്യന്തരമന്ത്രിക്കെതിരെ പോസ്റ്റ് ഇടാൻ ഉപയോഗിച്ചു എന്ന് കരുതുന്ന ഫോണാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആയങ്കിയെ പിടികൂടിയ അഭിഭാഷകയുടെ അർജുൻ ആയങ്കി ഒരു അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിൽ നിന്നായിരുന്നു പോലീസ് പിടികൂടിയത്. ആ അപ്പാർട്ട്മെന്റിന്റെ സമീപത്ത് നിന്നാണ് ഈ ഫോൺ കണ്ടെത്തിയെന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഈ അർജുൻ ആയങ്കി പോലീസ് പിടിക്കുന്ന സമയത്ത് ഫോൺ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതാണോ എന്നൊരു സംശയം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഇത്തരം സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനയ്ക്ക് ഈ ഫോൺ വിധേയമാക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ ഇന്ന് തെളിവെടുപ്പിനടക്കം ഈ അർജുൻ ആയങ്കിയെ കൊണ്ടുപോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഗൗതം, ഓക്കെ എന്തായാലും അർജുൻ ആയങ്കി ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് ഈ താൻ ആഭ്യന്തരമന്ത്രിക്കും അതോടൊപ്പം തന്നെ പോലീസിനുമൊക്കെ എതിരെ ഇട്ട FB പോസ്റ്റുകളും ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും ഒക്കെ താൻ തന്നെയാണ് പോസ്റ്റ് ചെയ്തത്. അതിനായി മറ്റാരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ആയങ്കി മൊഴി നൽകിയിരിക്കുന്നത്. കണ്ണൂരിൽ നിന്നും മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്.